നമ്മൾ തേർഡ് മൊഡ്യൂളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. തേർഡ് മൊഡ്യൂളിൽ പാർട്ട് 4ലേക്ക് കിടക്കാം. നമ്മൾ തേർഡ് മൊഡ്യൂളിൽ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് ഹൗസിങ്, സ്ലം ക്ലിയറൻസ് ഇങ്ങനെയുള്ള പോർഷൻസാണ്. ഇനി ഇതിൽ വരുന്ന മറ്റൊരു പോർഷനാണ് പാർക്ക് ആൻഡ് പ്ലേ ഗ്രൗണ്ട്സ്. പാർക്സ് ആൻഡ് പ്ലേ ഗ്രൗണ്ട്സ്. അപ്പോൾ നമുക്കറിയാം, പാർക്കാണെങ്കിലും പ്ലേ ഗ്രൗണ്ട്സ് ആണെങ്കിലും നമുക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് കണ്ടു പരിചയമുള്ള കാര്യങ്ങൾ തന്നെയാണ് അല്ലേ. പാർക്സ് നമുക്കറിയാം, പ്ലേ ഗ്രൗണ്ട്സ് ഒക്കെ നമുക്കറിയാം. അപ്പോൾ ഈ പാർക്കാണെങ്കിലും പ്ലേ ഗ്രൗണ്ട്സ് ആണെങ്കിലും അതിൻ്റെ അത് പാർക്കും പ്ലേ ഗ്രൗണ്ടും എന്ന് പറയുന്നത് എന്താണ്? റിക്രിയേഷണൽ ഫെസിലിറ്റീസ് ആണ് അല്ലേ. റിക്രിയേഷന് വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നതാണ് നമ്മുടെ പാർക്ക് ആൻഡ് പ്ലേ ഗ്രൗണ്ട് എന്ന് പറയുന്നത്. A park is an area of natural, semi-natural or planted space set aside for human enjoyment and recreation or for the protection of wildlife or natural habitats. അപ്പോൾ റിക്രിയേഷന് വേണ്ടിയിട്ടാണ് എന്ത് പാർക്ക് എന്ന് പറയുന്നത്. എ പ്ലേ ഗ്രൗണ്ട് ഓർ പ്ലേ ഏരിയ ഇസ് പ്ലേസ് ഡിസൈൻ ടു പ്രൊവൈഡ് ആൻ എൻവയോൺമെൻറ്റ് ദാറ്റ് ഫെസിലിറ്റേറ്റ്സ് പ്ലേ, ടിപ്പിക്കലി ഔട്ട്ഡോഴ്സ്. പാർക്ക് ആണെങ്കിലും പ്ലേ ഗ്രൗണ്ട് ആണെങ്കിലും നമ്മൾ ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? റിക്രിയേഷന് വേണ്ടിയിട്ടാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പം നെസസിറ്റി ഓഫ് റിക്രിയേഷണൽ ഫെസിലിറ്റി എന്താണ്? ഈ റിക്രിയേഷണൽ ഫെസിലിറ്റി നമ്മൾ എന്തിനാണ് കൊടുക്കുന്നത് അല്ലേ? അതിൻ്റെ നെസസിറ്റി എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പം വെൻ വി കണ്ടിന്യൂ ഡൂയിങ് എ വർക്ക് ഓർ പെർഫോമിങ് ആൻ ആക്ടിവിറ്റി റെഗുലർലി ആൻഡ് കണ്ടിന്യൂസ്ലി ഫോർ സം ഹവേഴ്സ്, ഇറ്റ് ഗീവ്സ് us physical and mental fatigue and strain. Recreational activity relieves us of the feeling of fatigue, restores our energy and promotes a sense of joy. അപ്പോൾ ഒരുപാട് നമ്മളൊക്കെ വർക്ക് ചെയ്ത് ടയേർഡാവുന്ന സമയത്ത് നമ്മൾ ഫിസിക്കലി ആണെങ്കിലും മെൻ്റലി ആണെങ്കിലും നമ്മൾ ടയേർഡാവും അല്ലേ. അപ്പോൾ ഈ ഫിസിക്കലി മെൻ്റലി ടയേർഡാവണ നമ്മളെ ഒന്ന് റിക്രിയേഷൻ ചെയ്ത് അല്ലെങ്കിൽ റിക്രിയേഷണൽ ആക്ടിവിറ്റീസ് നമ്മൾ എന്ത് ചെയ്യും? നമ്മളുടെ ആ ഒരു സ്ട്രെയിൻ, നമ്മുടെ മെൻ്റൽ ആണെങ്കിലും ഫിസിക്കൽ സ്ട്രെയിൻ നമുക്ക് ഒഴിവാക്കിയിട്ട് നമ്മുടെ എനർജി റീസ്റ്റോർ ചെയ്യുകയും ചെയ്യും. നമ്മുടെ ഇറ്റ് പ്രൊമോട്ട് ദ സെൻസ് ഓഫ് ജോയ്, നമുക്കൊരു ഹാപ്പിനെസ് ഉണ്ടാവുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് റിക്രിയേഷണൽ ഫെസിലിറ്റീസ് നമ്മൾ കൊടുക്കുന്നത്. അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ മെൻ്റലി നമ്മൾ ഫിസിക്കലി ആണെങ്കിലും നമുക്ക് നമ്മളുടെ എനർജി ഒന്ന് റീസ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ റിക്രിയേഷണൽ ഫെസിലിറ്റി നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഓക്കെ, ഇനി നമുക്ക് എന്തൊക്കെയാണ് ഇതിൻ്റെ ബെനിഫിറ്റ് എന്ന് നോക്കാം. വാട്ട് ആർ ദ ബെനിഫിറ്റ്സ് ഓഫ് ദിസ്? അതായത് ഈ റിക്രിയേഷണൽ ഏരിയാസ് അല്ലെങ്കിൽ റിക്രിയേഷണൽ ആക്ടിവിറ്റീസ് നമ്മൾ ചെയ്യുന്നതോടുകൂടി നമുക്ക് എന്തൊക്കെ ബെനിഫിറ്റ്സ് ആണ് കിട്ടുന്നതെന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റ് വൺ ഇൻഡിവിജ്വൽ ബെനിഫിറ്റ് ആണ്. ആസ് ആൻ ഇൻഡിവിജ്വൽ നമുക്ക് എന്തൊക്കെ ബെനിഫിറ്റ് കിട്ടുമെന്ന് നോക്കാം. ഇറ്റ് ഡെവലപ്സ് പേഴ്സണൽ ഡെവലപ്മെൻറ്റ് ആൻഡ് ഗ്രോത്ത്, ഫിസിക്കൽ ഹെൽത്ത്, ഇറ്റ് ഇംപ്രൂവ് ദ ഫിസിക്കൽ ഹെൽത്ത്, ഇറ്റ് ഇംപ്രൂവ് ദ സെൽഫ് എസ്റ്റീം ആൻഡ് സെൽഫ് റിലയൻസ്, increase the creativity and sense of accomplishment, it create more fun, enhances pleasure, it reduces stress, increases life satisfaction, and it promotes psychological well-being. These are the individual benefits. Okay, ഇനി നമുക്ക് ആസ് എ കമ്മ്യൂണിറ്റി, ഒരു കമ്മ്യൂണിറ്റിക്ക് എന്തൊക്കെ ബെനിഫിറ്റ് ആണുള്ളത് നോക്കാം. ഇറ്റ് കണക്റ്റഡ് ഫാമിലീസ്, ഇറ്റ് സ്ട്രെങ്തൻ സോഷ്യൽ ബോണ്ടിങ്, it improve ethnic and cultural harmony, reduces alienation, develops strong communities. These are the community benefits. ഇനിയുള്ളത് നമുക്ക് അടുത്തത് എന്താ നോക്കാം. എൻവയോൺമെൻറ്റൽ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. എൻവയോൺമെൻറ്റൽ ബെനിഫിറ്റ്സ്, ഇറ്റ് റെഡ്യൂസസ് പൊല്യൂഷൻ, ഇറ്റ് പ്രൊമോട്ട്സ് clean air and water, it preserve open spaces, it protect the ecosystem, it increases the community pride. These are the environmental benefits. Environmental benefits ആണ്. ഇനിയുള്ളത് എക്കണോമിക് ബെനിഫിറ്റ് ആണ്. ഇറ്റ് റെഡ്യൂസസ് ഹെൽത്ത് കെയർ കോസ്റ്റ്, ഇറ്റ് റെഡ്യൂസസ് വാൻഡലിസം ആൻഡ് ക്രൈം, ഇറ്റ് എൻഹാൻസസ് പ്രോപ്പർട്ടി വാല്യൂ, കാറ്റലൈസ്റ്റ് ഫോർ ടൂറിസം. ദീസ് ആർ ദ എക്കണോമിക് ബെനിഫിറ്റ്സ്. ഓക്കെ, അപ്പം ഈ പാർക്ക് പ്ലേ ഗ്രൗണ്ടൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നതോടുകൂടി ഒരു ഇൻഡിവിജ്വൽ ബെനിഫിറ്റ് മാത്രമല്ല, ഇൻഡിവിജ്വലി നമുക്ക് ബെനിഫിറ്റ് ഉണ്ട്, ആസ് എ കമ്മ്യൂണിറ്റി നമുക്ക് ബെനിഫിറ്റ് ഉണ്ട്, എൻവയോൺമെൻറ്റൽ ബെനിഫിറ്റ് ഉണ്ട്, എക്കണോമിക്കൽ ബെനിഫിറ്റ് ഉണ്ട്. പിന്നെ നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം. ഫീച്ചേഴ്സ് ഓഫ് പബ്ലിക് റിക്രിയേഷണൽ സിസ്റ്റം. ഫീച്ചേഴ്സ് ഓഫ് പബ്ലിക് റിക്രിയേഷണൽ സിസ്റ്റം. There should be proper provision of the year-round recreational activities for all age group, for all communities. It should be located within easy reach of all
ഹാബിറ്റൻസ് അല്ലേ. എല്ലാ ഏജിനുള്ള ഫെസിലിറ്റി, റിക്രിയേഷണൽ ആക്ടിവിറ്റീസ് ചെയ്യാനുള്ള ഫെസിലിറ്റി ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഈസിലി ആക്സസിബിൾ ആണ്. ഇതാണ് ഇതിൻ്റെ ഒരു മെയിൻ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. റിക്രിയേഷണൽ ഓഫ് പബ്ലിക് റിക്രിയേഷണൽ ഫീച്ചേഴ്സ് ഓഫ് പബ്ലിക് റിക്രിയേഷണൽ സിസ്റ്റം എന്ന് പറയുന്നത് ഇതാണ്. എല്ലാ ഏജ് ഗ്രൂപ്പിനും റിക്രിയേഷണൽ ആക്ടിവിറ്റി ചെയ്യാനുള്ള ഒരു ഫെസിലിറ്റി ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഈസിലി ആക്സസിബിൾ ആവും വേണം. ഓക്കെ, ഇനി നെക്സ്റ്റ് വന്നിട്ട് സെലക്ഷൻ ഓഫ് സൈറ്റ് ഫോർ പാർക്സ് ആൻഡ് പ്ലേ ഗ്രൗണ്ട്സ്. പാർക്കും പ്ലേ ഗ്രൗണ്ടും പ്ലേ ഗ്രൗണ്ടിനും വേണ്ടിയിട്ട് നമ്മൾ ഏരിയ കണ്ടെത്തുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു സൈറ്റ് കണ്ടെത്തുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് നോക്കാം. ഓക്കെ, ഫസ്റ്റ് വൺ, to acquire easily accessible strip of land which can cheaply adapted to serve as a park, play field, etc. Okay, then to acquire such land which are not suitable for streets and building, to acquire as much land as possible. Then by filling the pools, ponds and old insanitary tanks, etc. in the city, by clearing the slum area in the city, and then the land available may be converted into parks. അപ്പം നമ്മളൊരു പാർക്കിന് അല്ലെങ്കിൽ പ്ലേ ഗ്രൗണ്ടിന് നമ്മളൊരു സൈറ്റ് നോക്കുന്ന സമയത്ത് ചീപ്പായിട്ട് അവൈലബിൾ ആയിട്ടുള്ള ലാൻഡ് അല്ലെങ്കിൽ അക്വയർ ചെയ്യാൻ ഈസിലി അക്വയർ ചെയ്യാൻ പറ്റുന്ന ലാൻഡ് നമ്മൾ സെലക്ട് ചെയ്യാം. അതുപോലെ തന്നെ സ്ട്രീറ്റ് അല്ലെങ്കിൽ ബിൽഡിംഗ് ഒക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ലാൻഡ് നമ്മൾ ഒഴിവാക്കുക. അതെന്തിനാ വെച്ചാൽ ഇപ്പം നല്ലൊരു സ്ട്രീറ്റ് ബിൽഡിങ്സ് ഒക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ഏരിയ ആണെന്നുണ്ടെങ്കിൽ പിന്നീട് അത് നമ്മുടെ സ്ട്രീറ്റിൻ്റെ ഡെവലപ്മെൻറ്റിനും ബിൽഡിങ്സ് ഉണ്ടാക്കാനൊക്കെ ഉപയോഗിക്കാം. പകരം ഒരു വേക്കൻ്റ് ആയിട്ടുള്ള ഒരു യൂസ്ഫുൾ അല്ലാത്തപ്പോൾ ഒരു ചതുപ്പ് പോലത്തെ സ്ഥലമോ അങ്ങനെയൊക്കെയുള്ളൊരു വേസ്റ്റായിട്ട് കിടക്കുന്ന ഒരു സ്ഥലമാണെന്നുണ്ടെങ്കിൽ എന്താണ് അവിടെ പിന്നെ ബിൽഡിങ്ങും സ്ട്രീറ്റൊന്നും വരാൻ ചാൻസസ് കുറവാണ്. അപ്പോൾ അത് നമുക്ക് അവിടെ വളരെ നല്ല രീതിയിൽ ഉപയോഗിക്കാനും പറ്റും, വേസ്റ്റായി കിടക്കില്ല. ഓക്കെ, പിന്നീടുള്ളത് ലാൻഡ് അക്വയർ ചെയ്യുന്ന സമയത്ത് പിന്നെ എക്കണോമിക് കൺസിഡറേഷൻ വെച്ചിട്ട് എന്ത് ചെയ്യുക, ചീപ്പായിട്ടുള്ള അല്ലെങ്കിൽ ഡെവലപ്മെൻറ്റ് ഒന്നും നടക്കാത്തൊരു സ്ഥലത്തുള്ള ലാൻഡ് പോയിട്ട് നമുക്ക് ഒത്തിരി ലാൻഡ് ആവശ്യമാണല്ലോ, അപ്പോൾ അത് എടുക്കുക. പിന്നെ ഈ വേക്കൻ്റായിട്ട് കിടക്കുന്ന പൂള്, അതുപോലെ പോൺസ്, അങ്ങനെയുള്ള ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, ഈ ചതുപ്പ് സ്ഥലങ്ങൾ ഇവിടെയൊക്കെ ഫില്ല് ചെയ്തിട്ട് ആ ഒരു ഏരിയ നമുക്ക് പാർക്കിന് അല്ലെങ്കിൽ പ്ലേ ഗ്രൗണ്ട്സിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. അതിങ്ങനെ വേക്കൻ്റായിട്ട് കിടക്കുകയാണല്ലോ, അപ്പോൾ അത്രയും അത് യൂസ്ഫുൾ ആക്കാം. പിന്നീട് പറയുന്നത് ഇപ്പോൾ നമ്മൾ സ്ലം ക്ലിയറൻസ് പഠിച്ചിരുന്നു അല്ലേ. സ്ലം ക്ലിയറൻസിൽ നമുക്ക് വരുന്ന ഏരിയ നമുക്ക് ഇപ്പോൾ സ്ലം എപ്പോഴും നമ്മുടെ സിറ്റീൻ്റെ ഒരു മേജർ പോർഷനിൽ തന്നെ ആയിരിക്കും, സെൻറ്റർ പോർഷൻ അല്ലെങ്കിൽ നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്ഥലത്ത് തന്നെ ആയിരിക്കും. അപ്പോൾ സ്ലം ക്ലിയറൻസ് നടക്കുന്ന സമയത്ത് പിന്നീട് ആ ഒരു ഏരിയ വെറുതെ കളയാണ്ട് ആ ഏരിയ നമുക്ക് എന്തിനു ഉപയോഗിക്കാം, നമ്മുടെ പാർക്ക് അല്ലെങ്കിൽ പ്ലേ ഗ്രൗണ്ട്സ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ആ ഏരിയ നമുക്ക് ഉപയോഗിക്കാം. നെക്സ്റ്റ്, ടൈപ്സ് ഓഫ് റിക്രിയേഷൻ സിസ്റ്റംസ്. റിക്രിയേഷണൽ സിസ്റ്റത്തിൽ അങ്ങനെ ടൈപ്പ് ഉണ്ടോ റിക്രിയേഷണൽ സിസ്റ്റത്തിൽ അല്ലേ? ഉണ്ട്. അപ്പോൾ ഏതൊക്കെയാണ് വാട്ട് ആർ ദ ടൈപ്സ് ഓഫ് റിക്രിയേഷണൽ സിസ്റ്റംസ് നമുക്ക് നോക്കാം. പാസീവ് ടൈപ്പ് ആൻഡ് ആക്റ്റീവ് ടൈപ്പ്. ഇപ്പോൾ പാസീവ് ടൈപ്പ് എന്ന് പറയുമ്പോൾ ലൈക്ക് പാർക്ക്, ഗാർഡൻസ് അങ്ങനെയുള്ളതാണ് പാസീവ് ടൈപ്പിൽ വരിക. ആക്റ്റീവ് ടൈപ്പ് എന്ന് പറയുമ്പോൾ പ്ലേ ഫീൽഡ്, സ്റ്റേഡിയം, ബോട്ടിംഗ് ആൻഡ് സ്വിമ്മിംഗ് ക്ലബ്സ് എക്സെട്ര. അപ്പം ഇതൊക്കെയാണ് ആക്റ്റീവ്, അതായത് ആക്റ്റീവായിട്ട് ചെയ്യുന്നത്. ഇപ്പം നമ്മൾ പ്ലേ ഫീൽഡിൽ എങ്ങനെയാണ് ചെയ്യുന്നത്, വളരെ ആക്റ്റീവായിട്ടല്ല, ഫിസിക്കലി നമ്മൾ വളരെ ആക്റ്റീവായിട്ടാണ് ചെയ്യുക. അപ്പോൾ അങ്ങനെയുള്ളതാണ് ആക്റ്റീവ് ടൈപ്പ്. പാസീവ് ടൈപ്പ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മളൊരു ഗാർഡൻ ആണെങ്കിലൊക്കെ നമ്മൾ എങ്ങനെയാണ് ചെയ്യില്ല, നമുക്ക് കുറച്ചും കൂടെ കാമായിട്ടുള്ളൊരു അന്തരീക്ഷമാണ് അല്ലേ. ഗാർഡനിലൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ മൈൻഡ് ഒന്ന് ഫ്രീ ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ചും കൂടെ കാമായിട്ടുള്ളൊരു ഏരിയയിൽ പോകുന്നാൽ അതാണ് പാസീവ് എന്ന് പറയുന്നത്. ആക്റ്റീവ് എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി നമ്മൾ ഫിസിക്കലി കുറച്ചും കൂടെ ആക്റ്റീവായി അല്ലെങ്കിൽ ഫിസിക്കലി നമ്മൾ ചെയ്യുന്ന ആക്ടിവിറ്റീസ് ചെയ്യുന്നതിനാണ് നമ്മൾ ആക്റ്റീവ് ടൈപ്പ് എന്ന് പറയാം. ഓക്കെ, പാസീവ് ടൈപ്പ് റിക്രിയേഷണൽ സിസ്റ്റം ഉണ്ട്, ആക്റ്റീവ് ടൈപ്പ് റിക്രിയേഷണൽ സിസ്റ്റം ഉണ്ട്. ഓക്കെ, ഇപ്പോൾ 2 ടൈപ്പ് റിക്രിയേഷണൽ സിസ്റ്റം ആണുള്ളത്, ആക്റ്റീവ് ടൈപ്പ് ആൻഡ് പാസീവ് ടൈപ്പ്. ഇനി നമുക്ക് ടൈപ്സ് ഓഫ് റിക്രിയേഷൻ സിസ്റ്റം എന്താണെന്ന് നോക്കാം. ഇപ്പോൾ നമ്മൾ പറഞ്ഞു പാർക്ക്, പ്ലേ ഗ്രൗണ്ട്സ് പറഞ്ഞു അല്ലേ, അല്ലെങ്കിൽ പ്ലേ ഫീൽഡ്. ഓക്കെ, പാർക്സ് മീൻസ് these are necessary to meet the needs of an open space, to get fresh air, evening rest and relaxation for all sections of the society. Okay,
The parks and gardens should be made more attractive by planting all types of flowers, trees, bushes, the pleasing layout with fountains, lawns, etc. The park gardens forms passive form of recreation. Second one, playfield. These help to provide the physical growth of the body and hence offer the active type recreation. Both the type of recreation play an important part in social, physical and cultural aspects in town plan. അപ്പോൾ നമ്മൾ പറഞ്ഞു പാർക്ക് എന്ന് പറയുന്നത് നമുക്കവിടെ പാർക്കിൽ സാധാരണഗതിയിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫ്ലവേഴ്സ്, ട്രീസ് ഉണ്ടാവും, ബുഷസ് ഉണ്ടാവും. അതുപോലെ തന്നെ പ്ലീസിങ് ലേഔട്ടിന് വേണ്ടിയിട്ട് നമ്മൾ ഫൗണ്ടെയിൻസ്, ലോൺസ് ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ളതാണ് പാസീവ് റിക്രിയേഷനാണ് അവിടെ നടക്കുക. പ്ലേ ഫീൽഡിലാണെന്നുണ്ടെങ്കിൽ ആക്റ്റീവ് റിക്രിയേഷനാണ് നടക്കുക. എന്തിനാണ് നമ്മുടെ ബോഡിക്ക് വേണ്ടിയിട്ട് നമുക്ക്. അപ്പോൾ അതാണ് പ്ലേ ഫീൽഡ് എന്ന് പറയുന്നത്. ഇപ്പോൾ രണ്ട് ടൈപ്പ് ആണെങ്കിലും, പാർക്കാണെങ്കിലും പ്ലേ ഗ്രൗണ്ട് ആണെങ്കിലും അല്ലെങ്കിൽ ആക്റ്റീവ് റിക്രിയേഷൻ ആണെങ്കിലും പാസീവ് റിക്രിയേഷൻ ആണെങ്കിലും വളരെ ഇമ്പോർട്ടൻസ് ആണ്. സോഷ്യലി അല്ലെങ്കിൽ ഫിസിക്കലി ഒക്കെ നമുക്ക് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇനി നമുക്ക് നോക്കിക്കേ, പാർക്ക് അല്ലേ, പാർക്സ്, പ്ലേ ഫീൽഡ്. നെക്സ്റ്റ് നമുക്കുള്ളത് ക്ലാസിഫിക്കേഷൻ ഓഫ് പാർക്സ് ആണ്. ക്ലാസിഫിക്കേഷൻ ഓഫ് പാർക്സ്. അപ്പോൾ നമ്മൾ പറഞ്ഞു റിക്രിയേഷൻ സിസ്റ്റം രണ്ട് ടൈപ്പ് ഉണ്ട് എന്ന് പറഞ്ഞു അല്ലേ. ആക്റ്റീവും ഉണ്ട്, പാസീവും ഉണ്ട്. അത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ആക്റ്റീവ് എന്ന് പറയുമ്പോൾ പ്ലേ ഫീൽഡാണ് മെയിനായിട്ട് വരിക. നമ്മൾ ആക്റ്റീവായിട്ട് ചെയ്യുന്നുണ്ടല്ലോ അവിടെ. പാസീവ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഗാർഡൻ, ചെറിയ ഗാർഡൻസ് അല്ലേ. അപ്പം അതാണ് രണ്ട് ടൈപ്പ്. ഇനി ക്ലാസിഫിക്കേഷൻ ഓഫ് പാർക്സ് ആണ് വരുന്നത്. അപ്പോൾ ക്ലാസിഫിക്കേഷൻ വരുന്ന സമയത്ത് നമുക്ക് അക്കോർഡിംഗ് ടു ദ ക്യാരക്ടർ ഉണ്ട്, അക്കോർഡിംഗ് ടു ദ പർപ്പസ് ആൻഡ് അക്കോർഡിംഗ് ടു ദ സൈസ്. ഇങ്ങനെ നമുക്ക് മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് വൺ നമുക്ക് അക്കോർഡിംഗ് ടു ദ ക്യാരക്ടർ നോക്കാം. അക്കോർഡിംഗ് ടു ദ ക്യാരക്ടർ വി ഹാവ് artificial parks and natural parks. Artificial parks and natural parks. Okay, അപ്പോൾ artificial park എന്താ നോക്കാം. These parks are prepared artificially with great care by experts in the park layout. They are planned with grass, shrubs, flowers and trees. The water may be introduced in the form of fountains and pools. The benches with a suitable design may be provided. Natural parks. In case of natural parks, all efforts are made to maintain intact of the original features of the park and only the necessary minimum adjustments are made to put them for public use. ഇപ്പോൾ രണ്ട് ടൈപ്പ് ഉണ്ടെന്ന് പറഞ്ഞു, ആർട്ടിഫിഷ്യൽ പാർക്കും നാച്ചുറൽ പാർക്കും. നാച്ചുറൽ പാർക്കും ആ പേര് പോലെ തന്നെ. ആർട്ടിഫിഷ്യൽ പാർക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ ആർട്ടിഫിഷ്യലി എന്തൊക്കെ അവിടെ ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, ഒരു പാർക്ക് ലേഔട്ടിൽ ആർട്ടിഫിഷ്യലി നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യാം. അത് ഇനി അവിടെ ഒരുപാട് പ്ലാൻ ചെയ്യുക, ഷ്രബ്സ്, ട്രീസ്, ഫ്ലവേഴ്സൊക്കെ പ്ലാൻ ചെയ്യുക. അതുപോലെ തന്നെ വാട്ടർ ഒക്കെ, ഫൗണ്ടെയിനൊക്കെ കൊടുക്കുക. ഇങ്ങനെ പൂള് ക്രിയേറ്റ് ചെയ്യുക. അങ്ങനെയൊക്കെ ചെയ്തിട്ട് ആർട്ടിഫിഷ്യലി നമ്മളൊരു പാർക്ക് ക്രിയേറ്റ് ചെയ്യുക. ദാറ്റ് ഈസ് ആർട്ടിഫിഷ്യൽ പാർക്സ്. ഇനി നാച്ചുറൽ പാർക്സ് ആകുമ്പോൾ നാച്ചുറലി നമുക്കറിയാം, നാച്ചുറൽ ചില സ്ഥലങ്ങളിലൊക്കെ നമുക്ക് അവിടെ നമ്മൾ പറയും നല്ല വ്യൂ പോയിൻ്റ് ആണ്, അല്ലെങ്കിൽ ഭയങ്കര നാച്ചുറൽ ബ്യൂട്ടിയാണ്, അല്ലെങ്കിൽ നല്ല ഭംഗിയാണ് ആ ഒരു ഏരിയ കാണാൻ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. പക്ഷെ അങ്ങനെയുള്ള ഏരിയയിൽ നമ്മൾ കൂടുതലൊന്നും ചെയ്യില്ല. ചെറിയ രീതിയിൽ എന്ത് ചെയ്യും, മിനിമം അഡ്ജസ്റ്റ്മെൻറ്റ്സ് നമ്മൾ പബ്ലിക്കിന് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് മിനിമം അഡ്ജസ്റ്റ്മെൻറ്റ്സ്. ഇപ്പോൾ ചില ഏരിയാസ് നമുക്കറിയാം, നമ്മളൊരു വ്യൂ പോയിൻ്റ് ഒക്കെ ഉണ്ടെങ്കിൽ അവിടെ ആളുകൾക്കുള്ള ഇരിക്കാനുള്ള ചെറിയൊരു ഫെസിലിറ്റി, അല്ലെങ്കിൽ ആ ഒരു മാക്സിമം വ്യൂ കാണാനുള്ള ചെറിയൊരു ഏരിയ നമ്മൾ എന്തെങ്കിലുമൊക്കെ വെച്ച് കെട്ടി റെഡിയാക്കിയിട്ടുണ്ടാവും. അങ്ങനെയുള്ള ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ്സ് മാത്രം ചെയ്യാം, ഓക്കെ, യൂസ് ചെയ്യാനുള്ള. അപ്പോൾ അതാണ് നാച്ചുറൽ പാർക്സ്. അപ്പോൾ ആ പേര് പോലെ തന്നെ ആർട്ടിഫിഷ്യൽ എന്ന് പറയുമ്പോൾ ആർട്ടിഫിഷ്യലി ക്രിയേറ്റ് ചെയ്യുക, നാച്ചുറൽ എന്ന് പറയുമ്പോൾ നാച്ചുറലി അവൈലബിൾ ആയിട്ടുള്ള ഒരു ഏരിയയിൽ ചെറിയ സൗകര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ട് അതിനെ ഡെവലപ്പ് ചെയ്തെടുക്കുക. ദീസ് ആർ ദ classification of park according to the character, artificial park and natural park. Okay,
നമ്മുടെ ആർട്ടിഫിഷ്യൽ പാർക്ക് നോക്കിക്കേ. ഈ ആർട്ടിഫിഷ്യൽ പാർക്കിൽ നമ്മൾ എപ്പോഴും നമ്മൾ ഗ്രേറ്റ് കെയർ നമ്മൾ കൊടുക്കണം. ഈ ആർട്ടിഫിഷ്യൽ പാർക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ ആളുകളെ നമ്മൾ വെക്കണം. ഓക്കെ, ഇനി നാച്ചുറൽ പാർക്ക്. നെക്സ്റ്റ്, ക്ലാസിഫിക്കേഷൻ ഓഫ് പാർക്ക് അക്കോർഡിംഗ് ടു ദ പർപ്പസ്. ഓക്കെ, പർപ്പസിനെ ബേസ് ചെയ്തിട്ട് ക്ലാസിഫിക്കേഷനാണ്. പർപ്പസിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ബോട്ടാണിക്കൽ പാർക്സ് ആൻഡ് സുവോളജിക്കൽ പാർക്സ് ഉണ്ട്. Botanical parks, these parks are primarily meant for the study of plant specimens. Okay. പ്ലാന്റ് സ്പെസിമെൻറ്റിൻ്റെ സ്റ്റഡിക്ക് വേണ്ടിയിട്ടുള്ളതാണ് ബൊട്ടാണിക്കൽ പാർക്ക് എന്ന് പറയുന്നത് അല്ലേ. നമ്മൾ ബൊട്ടാണിക്കൽ എന്നുള്ള വേർഡ് തന്നെ ഉണ്ട്. എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? എന്തുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്? പ്ലാന്റ്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ് അല്ലേ. അപ്പോൾ these parks are primarily meant for the study of plant specimens, but their atmosphere can be made more pleasant by appealing by the presence of beautiful trees, flowers and lawns. Okay, അപ്പോൾ ബൊട്ടാണിക്കൽ ഗാർഡൻ ഉണ്ട്. അക്കോർഡിംഗ് ടു ദ പർപ്പസ്, ഫസ്റ്റ് വൺ ബൊട്ടാണിക്കൽ ഗാർഡൻ ആണ്. നോക്കിക്കേ, ഇതിൽ ബൊട്ടാണിക്കൽ ഗാർഡൻ്റെ പ്രത്യേകത എന്തായിരിക്കും? ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്ലാന്റ്സ് ഉണ്ടാവും അല്ലേ, വെറൈറ്റി ഉണ്ടാവും. വെറൈറ്റീസ് ഓഫ് പ്ലാന്റ്സ് നമുക്കവിടെ അവൈലബിൾ ആയിരിക്കും. Then വരുന്നത് zoological parks. These parks contain zoo to be given an attractive park-like setting. It is undoubtedly true that for the vast majority of the people, a visit to the zoological park is more or less an outing or a picnic, usually accompanied by children. A zoological park may contain houses and other facilities for animals to be maintained in the zoo. ഇപ്പോൾ സുവോളജിക്കൽ പാർക്ക് എന്ന് പറയുന്നത് എന്താണ്? ഈ അനിമൽസിന് അല്ലേ, ആ ടേം സുവോളജി എന്ന് പറയുന്നത് എന്തുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്? സോ സുവോളജിക്കൽ പാർക്ക് എന്ന് പറയുന്നത് അനിമൽസിന് വേണ്ടിയിട്ടുള്ള ഹൗസസ് കാര്യങ്ങളൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് നമ്മൾ എന്താ പറയുക? സുവോളജിക്കൽ പാർക്ക് എന്ന് പറയും. നമുക്ക് എല്ലാവർക്കും സൂവിൽ പോകാൻ ആളുകൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും. പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും അല്ലേ. ഒരുപാട് ടൈപ്പ് ജീവികളെ കാണാൻ പറ്റും അല്ലേ, ഒരുപാട് വെറൈറ്റി ഓഫ് അനിമൽസിനെ കാണാൻ പറ്റും. അപ്പം അതുകൊണ്ട് തന്നെ അത് വളരെ താല്പര്യമുള്ളൊരു കാര്യമാണ്. സോ സുവോളജിക്കൽ പാർക്ക് എന്ന് പറയുമ്പോൾ സുവോളജിക്കൽ പാർക്ക് മേ കണ്ടെയ്ൻ ഹൗസസ് ആൻഡ് അതർ ഫെസിലിറ്റീസ് ഫോർ അനിമൽസ്. അവിടെ ഉള്ള അനിമൽസിന് വേണ്ടിയിട്ടുള്ള ഹൗസസ് ആണെങ്കിലും അതർ ഫെസിലിറ്റീസ് എന്ന് പറയുമ്പം ഇപ്പം ഹൗസസ് മാത്രം ക്രിയേറ്റ് ചെയ്താൽ പോരാ, അവർക്കുള്ള ഫുഡ് കൊടുക്കണം. അതുപോലെ തന്നെ ചില ജീവികൾക്ക് എന്ത് വേണ്ടൊരു വാട്ടർ അല്ലേ, ചില ജീവികൾക്ക് ചതുപ്പ് പോലുള്ള ചെളി പോലുള്ള സ്ഥലങ്ങൾ ജീവിക്കും, ഹിപ്പോ ഒക്കെ പോലുള്ള ജീവികൾ. അപ്പോൾ അതിനൊക്കെയുള്ള ഫെസിലിറ്റി നമ്മൾ എന്ത് ചെയ്യണം? പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവണം. ഓക്കെ, അപ്പോൾ അതാണ് സുവോളജിക്കൽ പാർക്ക്. ഓക്കെ, സുവോളജിക്കൽ പാർക്കാണ്. നെക്സ്റ്റ്, ക്ലാസിഫിക്കേഷൻ ഓഫ് പാർക്ക് അക്കോർഡിംഗ് ടു ദ സൈസ്. ക്ലാസിഫിക്കേഷൻ ഓഫ് പാർക്ക് അക്കോർഡിംഗ് ടു ദ സൈസ് ആണ്. സൈസിനെ ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ ക്യാരക്ടർ പറഞ്ഞു, യൂസ് പറഞ്ഞു. നെക്സ്റ്റ്, അക്കോർഡിംഗ് ടു ദ സൈസ്. സ്മോൾ സൈസ് പാർക്സ്, മീഡിയം സൈസ് പാർക്സ്, ലാർജ് സൈസ് പാർക്സ്, റിസർവേഷൻസ്, നാഷണൽ പാർക്സ്. ഓക്കെ, അപ്പോൾ നമുക്കിനി ഓരോന്നും എന്താണെന്ന് നോക്കാം. സ്മോൾ സൈസ് പാർക്സ് എന്താണെന്ന് നോക്കാം. These parks are generally in the form of squares enclosing a public building. They are provided in dense business or residential areas where land is costly. Okay. സ്മോൾ സൈസ് പാർക്സ് എന്ന് പറയുന്നത് സാധാരണഗതിയിൽ ഒരു ഭയങ്കര തിരക്കുള്ള സ്ഥലത്ത്, തിരക്കുള്ള സാധാരണ നല്ല തിരക്കുള്ള അല്ലെങ്കിൽ ഒരു റെസിഡൻഷ്യൽ ഏരിയ അല്ലെങ്കിൽ ഒരു ബിസിനസ് ഏരിയയിലൊക്കെ ഉണ്ടാവുന്നതാണ് സ്മോൾ സൈസ് പാർക്ക് എന്ന് പറയുന്നത്. അത് എന്ന് വെച്ചാൽ ജനറലി ബിൽഡിങ്സിൻ്റെ ഇടയിലൊക്കെ ആയിരിക്കും ചെറിയൊരു ഏരിയ. ഓക്കെ, അതാണ് സ്മോൾ സൈസ് പാർക്ക് എന്ന് പറയുന്നത്. ഓക്കെ, സാധാരണ ഗതിയിൽ ദീസ് പാർക്സ് മേ ഓൾസോ ബി ലൊക്കേറ്റഡ് ആസ് സെറ്റിംഗ്സ് ഓഫ് ആർക്കിടെക്ചറൽ പബ്ലിക് ബിൽഡിങ്സ് ഓർ മോണുമെൻറ്റ്സ് അറ്റ് ജംഗ്ഷൻസ് ഓഫ് റോഡ്സ് ഓർ ഇൻ ദ മിഡ്സ് ഓഫ് ഫ്ലാറ്റ്സ്. അതായത് ഇപ്പോൾ നമുക്കറിയാം ചില മോണുമെൻറ്റ്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകുന്ന സമയത്ത് അതിന് ചുറ്റിനും ചെറിയൊരു രീതിയിൽ നമ്മൾ പാർക്ക് പോലെ കൊടുക്കാറുണ്ട് അല്ലേ. എന്തെങ്കിലും ഒരു ആർക്കിടെക്ചറൽ പബ്ലിക് ബിൽഡിങ്ങോ അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ എന്ത് കൊടുക്കാറുണ്ട്? ചെറിയൊരു പാർക്ക് കൊടുക്കാറുണ്ട്. അങ്ങനെ വരുന്നതാണ് സ്മോൾ സൈസ് പാർക്ക് എന്ന് വെച്ചാൽ വളരെ ചെറിയ പാർക്ക്.
ലാൻഡ് അവൈലബിലിറ്റി ഒക്കെ കുറഞ്ഞ സ്ഥലത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് എന്ത് സ്മോൾ സൈസ് പാർക്ക് എന്ന് പറയുന്നത്. ഓക്കെ, ഏതെങ്കിലും സിറ്റീൻ്റെ നടുവിലോ അല്ലെങ്കിൽ കുറച്ച് ബിൽഡിങ്സിൻ്റെ ഇടയിലോ ഒരു റെസിഡൻഷ്യൽ ഏരിയയിലോ ഒക്കെ നമുക്ക് സ്മോൾ സൈസ് പാർക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ്, മീഡിയം സൈസ് പാർക്ക്. These are also known as the neighborhood parks and they are preferred for every residential locality in a town. Both the type of recreational, active as well as passive may be provided in these parks. The size of these parks should not be less than 12 hectares. അപ്പം ഇത്രയാണ് മീഡിയം സൈസ് പാർക്ക് എന്ന് പറയുമ്പോൾ റെസിഡൻഷ്യൽ ഏരിയയിലൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അതിൻ്റെ മീഡിയം സൈസിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ആക്റ്റീവും ആവാം പാസീവും ആവാം കേട്ടോ. ആക്റ്റീവ് ടൈപ്പുള്ളതും ആവാം, പാസീവ് ടൈപ്പുള്ള റിക്രിയേഷനും ചെയ്യാം. ഇതിൻ്റെ സൈസ് ഷുഡ് നോട്ട് ബി ലെസ് ദാൻ 12 hectares. 12 hectaresനേക്കാളും കുറയാൻ പാടില്ല. അപ്പോൾ ഇതാണ് മീഡിയം സൈസ് പാർക്ക് എന്ന് പറയുന്നത്. ഇനിയുള്ളത് ലാർജ് സൈസ് പാർക്ക്. ദീസ് പാർക്ക് സെർവ്സ് ദ ടൗൺ or city as a whole or a number of neighborhood units. They may be provide active recreational for games like cricket, boating, riding, swimming, etc. and may also accommodate zoological gardens, the large beach on the ocean front and can be included in this category of park. The minimum area required for this type of park is about 40 hectares. അപ്പോൾ അതാണ് ലാർജ് സൈസ് പാർക്ക് എന്ന് പറയുന്നത്. ലാർജ് സൈസ് പാർക്ക് എന്ന് പറയുമ്പോൾ സാധാരണ ഇതിൽ മൊത്തം ഒരു സിറ്റിക്ക് വേണ്ടിയിട്ടുള്ളൊരു പാർക്കായിരിക്കും. ഒരു ബിഗ് സിറ്റി ഉണ്ടെങ്കിൽ ആ ബിഗ് സിറ്റിക്ക് വേണ്ടിയിട്ടുള്ള ഒരു പാർക്ക് ഉണ്ടാവും, ഒരു മെയിൻ പാർക്ക് ഉണ്ടാവും. അതാണ് എന്തെന്ന് പറയുന്നത് ലാർജ് സൈസ് പാർക്ക് എന്ന് പറയുന്നത്. ഇതെന്ന് വെച്ചാൽ ഒരു ആക്റ്റീവ് റിക്രിയേഷനിലുള്ള എല്ലാ കാര്യങ്ങൾക്കും വേണ്ടിയിട്ടുള്ള ഫെസിലിറ്റി അവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവണം. അതുപോലെ തന്നെ സുവോളജിക്കൽ പാർക്ക് ഉണ്ടാവാം. ദെൻ ഓഷ്യൻ ഫ്രണ്ട്, ഇപ്പോൾ നമുക്കറിയാം നമ്മുടെ ബീച്ച് സൈഡ് അല്ലേ, ബീച്ച് സൈഡ് നമ്മൾ ഉപയോഗിക്കാറുണ്ട്, റിക്രിയേഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് ഇതിനകത്ത് ഉൾപ്പെടുത്താം. ഓക്കെ, സുവോളജിക്കൽ പാർക്ക് ഉൾപ്പെടുത്താം, അതുപോലെ തന്നെ ബീച്ച് സൈഡ് നമുക്ക് ഉൾപ്പെടുത്താം. അപ്പോൾ ഇതെല്ലാം കൂടിയാണ് നമ്മൾ ലാർജ് സൈസ് പാർക്കിൽ നമ്മൾ പറയുന്നത്. വെച്ചാൽ ലാർജ് സൈസ്, ഇതിൻ്റെ സൈസ് എന്ന് പറയുന്നത് മിനിമം സൈസ് എന്ന് പറയുന്നത് 40 hectares ആണ് മിനിമം ഏരിയ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു സ്മോൾ ആണെന്നുണ്ടെങ്കിൽ 1 to 4 hectares, പിന്നെ മീഡിയം ആണെന്നുണ്ടെങ്കിൽ 12 hectares, ലാർജ് സൈസ് ആണെന്നുണ്ടെങ്കിൽ 40 hectares. അപ്പോൾ ഇതിൻ്റെ ഏരിയനെ ബേസ് ചെയ്തിട്ട് തന്നെയാണ് ഈ ഒരു ക്ലാസിഫിക്കേഷൻ വരുന്നത്, ഏരിയനെ ബേസ് ചെയ്തിട്ട്. ഇനിയുള്ളത് ഇതാണ് ലാർജ് സൈസ് പാർക്കാണ്. നെക്സ്റ്റ്, റിസർവേഷൻ എന്താണെന്നുള്ളത്. ഓക്കെ, ദീസ് പാർക്സ് ആർ സിറ്റുവേറ്റഡ് ഔട്ട്സൈഡ് ദ സിറ്റി area and they are mostly unexplored. They may include within their limits rivers, forests, waterfalls, mountains, wildlife, places of historical importance and coastal belts, etc. Such parks can be easily distributed throughout the country so that all of the population can enjoy them. These parks should be accessible from a number of towns. These parks also provide facilities to the scientists and students for the study of natural flora and fauna. അപ്പം റിസർവേഷൻ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞത് റിസർവ് ഫോറസ്റ്റ് എന്ന് കേട്ടിട്ടുണ്ടാവും നമ്മളല്ലേ, റിസർവ് ഫോറസ്റ്റ്. എന്താണ് റിസർവ് ഫോറസ്റ്റ് എന്ന് പറയുന്നത്? ഓക്കെ, അപ്പം അതുപോലെ തന്നെയാണ് ഈ റിസർവേഷൻ എന്ന് പറയുന്നത്. അപ്പം ഇതിൻ്റെ ഒരു ഉദ്ദേശം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് നമ്മളുടെ റിവേഴ്സ് ഉണ്ടാവും, ഫോറസ്റ്റ്സ് ഉണ്ടാവും, വാട്ടർഫോൾസ്, വൈൽഡ് ലൈഫ്സ്, മൗണ്ടെയിൻസ്, ഇതൊക്കെ ഉൾപ്പെട്ടതാണ് എന്തെന്ന് അവിടെ പറയുന്നത് റിസർവേഷൻ എന്ന് പറയുന്നത് അല്ലേ. നമ്മളുടെ വൈൽഡ് ലൈഫിനെയൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യാറുണ്ട്. അപ്പം അതാണ് നമ്മുടെ റിസർവേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ പറയുന്നത് എന്ന് വെച്ചാൽ ത്രൂ ഔട്ട് ദ കൺട്രിയിൽ അതിങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത്, ഇപ്പം നമ്മുടെ ഫോറസ്റ്റ് ഒക്കെ ആണെങ്കിൽ ഇങ്ങനെയാണ് നമ്മൾ ത്രൂ ഔട്ട് ദ കൺട്രിയിൽ ഇങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ. അതുകൊണ്ട് എല്ലാ ആളുകൾക്കും അത് ആ ഒരു ഏരിയ അല്ലെങ്കിൽ ആ ഒരു ഫെസിലിറ്റി നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും.
അല്ലെങ്കിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് അങ്ങനെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പം ഇത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സയൻറ്റിസ്റ്റ് അതുപോലെ തന്നെ സ്റ്റുഡൻസിനൊക്കെ വേണ്ടിയിട്ട് സ്റ്റഡി നടത്താനും റിസർച്ച് നടത്താനും ഒക്കെ ഈ ഒരു ഏരിയ നമുക്ക്, ഈ ഒരു പാർക്ക് അല്ലെങ്കിൽ ഈ ഒരു റിസർവേഷൻ നമുക്ക് ഉപയോഗിക്കുകയും ചെയ്യാം. സ്റ്റുഡൻസിനാണെങ്കിലും സയൻറ്റിസ്റ്റ് ആണെങ്കിലും, സ്റ്റുഡൻസിന് പഠിക്കാൻ വേണ്ടിയിട്ടും സയൻറ്റിസ്റ്റ് ആണെങ്കിൽ റിസർച്ച് നടത്താൻ വേണ്ടിയിട്ടും ഒക്കെ ഈ ഒരു റിസർവേഷൻ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ക്ലാസിഫിക്കേഷൻ ഓഫ് പാർക്സ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ക്ലാസിഫിക്കേഷൻ ഓഫ് പാർക്കാണ് അല്ലേ. ക്ലാസിഫിക്കേഷൻ ഓഫ് പാർക്ക് നമുക്ക് ഒന്നുകൂടെ പറയാം. ക്ലാസിഫിക്കേഷൻ ഓഫ് പാർക്ക് നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റുന്നത് 3 ആയിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. ഫസ്റ്റ് വൺ അക്കോർഡിംഗ് ടു ദ ക്യാരക്ടർ, സെക്കൻഡ് വൺ അക്കോർഡിംഗ് ടു ദ പർപ്പസ്, ദെൻ അക്കോർഡിംഗ് ടു ദ size. According to the character, according to the purpose, according to the size. According to the characterൽ വരുന്നതാണ് artificial and natural. Artificial parks and natural parks. അപ്പോൾ ആർട്ടിഫിഷ്യൽ പാർക്ക് എന്ന് പറയുന്നത് ആർട്ടിഫിഷ്യലി, ആ പേര് പോലെ തന്നെ ആർട്ടിഫിഷ്യലി നമ്മൾ എന്ത് ചെയ്യുക, ക്രിയേറ്റ് ചെയ്യുക. ഒരു ഏരിയ അക്വയർ ചെയ്യുന്നു, ആ ഏരിയ അക്വയർ ചെയ്തതിന് ശേഷം അവിടെ നമ്മൾ ആർട്ടിഫിഷ്യലി ഒരു പാർക്ക് നമ്മൾ ക്രിയേറ്റ് ചെയ്യാം. ലോൺസ്, ട്രീസൊക്കെ വെച്ച് പിടിപ്പിച്ച്, ഫ്ലവേഴ്സൊക്കെ വെച്ച്, പൂള് കൊടുക്കുക, മൗണ്ടെയ്ൻസ് കൊടുക്കുക, ആളുകൾക്ക് ഇരിക്കാനുള്ള സൗകര്യമൊക്കെ കൊടുത്ത്, അങ്ങനെ ഫുള്ളി നമ്മളൊരു ഓപ്പൺ ഏരിയനെ നമ്മൾ സെലക്ട് ചെയ്തിട്ട് അവിടെ എന്ത് ചെയ്യാണ്, ഒരു പാർക്ക് അല്ലെങ്കിൽ ഒരു പ്ലേ ഗ്രൗണ്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുക്കുന്നതാണ് ആർട്ടിഫിഷ്യൽ പാർക്ക് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു സ്റ്റേഡിയം ആണെങ്കിലും ഇതൊക്കെ നമ്മൾ എങ്ങനെയാണ് എടുക്കുന്നത്, നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. ഒരു ഓപ്പൺ ഏരിയ എടുത്തിട്ട് നമ്മളവിടെ ക്രിയേറ്റ് ചെയ്യണം. അതിനുള്ളൊരു ഫെസിലിറ്റിയൊക്കെ നമ്മൾ കൊടുത്തിട്ട്, ഇപ്പം മിക്ക ആക്റ്റീവ് റിക്രിയേഷണൽ ഏരിയാസും നമ്മൾ സ്റ്റേഡിയം ഒക്കെ എന്താ ചെയ്യാറ്, ഒരു ഏരിയ നമ്മൾ സെലക്ട് ചെയ്തതിന് അക്വയർ ചെയ്തതിന് ശേഷം ആ ഏരിയയിൽ നമ്മൾ എന്താണ് അവിടെ ചെയ്യാൻ പോകുന്നത്, ആ ഒരു ടൈപ്പ് പാർക്ക് നമ്മൾ ക്രിയേറ്റ് ചെയ്യാണ് ചെയ്യുന്നത് അല്ലേ. ആർട്ടിഫിഷ്യലി ക്രിയേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. നമ്മൾ സ്റ്റേഡിയം ആണെങ്കിലും ഗ്രൗണ്ട് ആണെങ്കിലും ഒക്കെ നമ്മൾ അങ്ങനെ ക്രിയേറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം അങ്ങനെയുള്ളതാണ് നമ്മുടെ ആർട്ടിഫിഷ്യൽ പാർക്ക് എന്ന് പറയുന്നത്. അക്കോർഡിംഗ് ടു ദ ക്യാരക്ടർ 2 ടൈപ്പാണുള്ളത്, ആർട്ടിഫിഷ്യൽ ആൻഡ് നാച്ചുറൽ. ആർട്ടിഫിഷ്യൽ പാർക്ക് ആൻഡ് നാച്ചുറൽ പാർക്ക്. അപ്പോൾ ആർട്ടിഫിഷ്യൽ പാർക്ക് എന്ന് പറയുന്നത് ഒരു ലാൻഡ് അക്വയർ ചെയ്തിട്ട് അവിടെ നമ്മൾ ആർട്ടിഫിഷ്യലി നമ്മൾ എന്ത് ചെയ്യാണ്, ക്രിയേറ്റ് ചെയ്യണം. നമ്മളവിടെ പുതിയതായിട്ടൊരു പാർക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കുന്നതിനാണ് നമ്മൾ ആർട്ടിഫിഷ്യൽ പാർക്ക് എന്ന് പറയുന്നത്. നാച്ചുറൽ പാർക്ക് എന്ന് പറയുമ്പോൾ ഓൾറെഡി ഒരു ഏരിയ ഉണ്ടായിരിക്കും. ആ ഏരിയയിൽ നമ്മൾ ഇപ്പോൾ വാട്ടർഫാൾസിലൊക്കെ നമ്മൾ പോകാറുണ്ട് അല്ലേ. അപ്പോൾ അതൊക്കെ എങ്ങനെയാണ്, വാട്ടർഫാൾസിലൊക്കെ പോകുന്ന സമയത്ത് അത് നാച്ചുറലി അവിടെ ഉള്ളതാണ്. അപ്പോൾ നാച്ചുറലി അവിടെ ഉണ്ടായിരിക്കും, പക്ഷേ നമ്മളുടെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടും നമ്മളുടെ സൗകര്യങ്ങൾക്ക് വേണ്ടിയിട്ടും കുറച്ച് ഫെസിലിറ്റീസും കൂടെ അവിടെ എന്ത് ചെയ്തിട്ടുണ്ടാവും, അഡീഷണലായിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യും. അങ്ങനെ ഡെവലപ്പ് ചെയ്യുന്നതാണ് നാച്ചുറൽ പാർക്സ് എന്ന് പറയുന്നത്. നാച്ചുറൽ പാർക്സ് നമ്മൾ നാച്ചുറലി അവൈലബിൾ ആയിട്ടുണ്ടാവും, പക്ഷേ നമ്മളുടെ സൗകര്യത്തിന് വേണ്ടിയിട്ട്, അവിടെ വിസിറ്റ് ചെയ്യുന്ന ആളുകളുടെ സൗകര്യത്തിന് വേണ്ടിയിട്ട്, ഇപ്പോൾ ഇരിക്കാനാണെങ്കിലും പ്രൊട്ടക്ഷൻ ബാരിയേഴ്സ് അങ്ങനെ ഒക്കെ കൊടുക്കുകയാണെങ്കിലൊക്കെ അങ്ങനെ ചെറിയ ഫെസിലിറ്റീസ് കൊടുത്തുകൊണ്ട് അത് ഡെവലപ്പ് ചെയ്യാം, ഇമ്പ്രൂവ് ചെയ്യാം. അതിനെയാണ് നമ്മൾ എന്താ പറയുക, നാച്ചുറൽ പാർക്ക് എന്ന് പറയുക. ഓക്കെ, നാച്ചുറൽ പാർക്ക് എന്ന് പറയുമ്പോൾ എന്താണ്, നാച്ചുറലി ഉള്ളതെന്ന് അങ്ങനെയല്ല. നാച്ചുറലി നമുക്ക് അവിടെ ഒരു ഏരിയ ഉണ്ടായിരിക്കും, അവിടെ നമ്മൾ ചെറിയൊരു അഡീഷണൽ ഫെസിലിറ്റീസും കൂടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യാം. അങ്ങനെയുള്ളതാണ് നാച്ചുറൽ പാർക്ക് എന്ന് പറയുന്നത്. ഇനി അക്കോർഡിംഗ് ടു ദ പർപ്പസ്. അക്കോർഡിംഗ് ടു ദ പർപ്പസ് 2 ടൈപ്പാണ്, ബൊട്ടാണിക്കൽ ഗാർഡനും സുവോളജിക്കൽ ഗാർഡനും. ബൊട്ടാണിക്കൽ ഗാർഡൻ എന്ന് പറയുന്നത് എന്തായിരിക്കും, പ്ലാന്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട്
ഓക്കെ, പ്ലാന്റിൻ്റെ സ്റ്റഡി അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, പ്ലാന്റ്സിൻ്റെ സ്റ്റഡിക്കും കാര്യങ്ങൾക്കും വേണ്ടിയിട്ടാണ് ബോട്ടാണിക്കൽ ഗാർഡൻ കൊടുക്കുന്നത്. ബോട്ടാണിക്കൽ ഗാർഡനിൽ ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് പ്ലാന്റ്സ് ഉണ്ടായിരിക്കും. അതാണ് ബോട്ടാണിക്കൽ ഗാർഡൻ്റെ പ്രത്യേകത. അപ്പോൾ പ്ലാന്റ് സ്റ്റഡിക്ക് വേണ്ടിയിട്ടാണ് ബൊട്ടാണിക്കൽ ഗാർഡൻ മെയിനായിട്ട് നമ്മൾക്ക് ഉപയോഗിക്കാൻ പറ്റും. സ്റ്റഡിക്ക് വേണ്ടിയിട്ട് മാത്രം ഉണ്ടാക്കുന്നതല്ല, പ്ലാന്റ്സിൻ്റെ വെറൈറ്റീസാണ് ബൊട്ടാണിക്കൽ ഗാർഡനിൽ ഉണ്ടാവുക. സുവോളജിക്കൽ ഗാർഡൻ രണ്ടാമത്തെ ടൈപ്പ് എന്ന് പറഞ്ഞാൽ അക്കോർഡിംഗ് ടു ദ പർപ്പസിലുള്ളതാണ് സുവോളജിക്കൽ ഗാർഡൻ. സുവോളജിക്കൽ ഗാർഡൻ നമ്മൾ പ്രൊവൈഡ് ചെയ്യണം എന്തിനാ വെച്ചാൽ അവിടെ സുവോളജിക്കൽ ഗാർഡനിൽ വൈഡ് വെറൈറ്റി ഓഫ് അനിമൽസ് ഉണ്ടാവും. അനിമൽസിൻ്റെ വെറൈറ്റി ഉണ്ടാവും. അപ്പോൾ അനിമൽസിൻ്റെ വെറൈറ്റി ഉണ്ടായാൽ മാത്രം പോരാ, അവർക്കുള്ള ഫെസിലിറ്റീസും കൂടെ നമ്മളവിടെ അഡീഷണൽ ആയിട്ട് പ്രൊവൈഡ് ചെയ്യണം. അവർക്കുള്ള ഹൗസിംഗ് ആണെങ്കിലും അവർക്കുള്ള വാട്ടർ, ഫുഡ്, അങ്ങനെയുള്ള എല്ലാ ഫെസിലിറ്റീസും നമ്മളവിടെ കൊടുത്തിട്ടുണ്ടാവണം. അതാണ് സുവോളജിക്കൽ പാർക്ക് എന്ന് പറയുന്നത്. ഇനിയുള്ളത് അക്കോർഡിംഗ് ടു ദ സൈസ് ആണ്. അക്കോർഡിംഗ് ടു ദ സൈസ് എന്ന് പറയുമ്പോൾ സ്മോൾ സൈസ്, മീഡിയം സൈസ്, ലാർജ് സൈസ് ആൻഡ് റിസർവേഷൻസ്. ഓക്കെ, സ്മോൾ സൈസ് പാർക്ക് എന്ന് പറയുന്നത് വളരെ ചെറിയ, അതായത് ഇപ്പം വളരെ തിരക്കുള്ളൊരു ടൗണൊക്കെ ആണെങ്കിൽ വിത്തിൻ ദ ബിൽഡിങ്സിൻ്റെ ഇടയിലോ അല്ലെങ്കിൽ നമ്മുടെ റെസിഡൻഷ്യൽ ഏരിയയിലൊക്കെ നമുക്ക് ചെറുതായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് എന്ത്, സ്മോൾ പാർക്സ്. ഇനി വൈസ് മീഡിയം പാർക്ക് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഏരിയയിൽ കുറച്ചും കൂടെ മാറ്റം വന്നു അല്ലേ, 12 hectares ഒക്കെയാണ് അതിൻ്റെ സൈസ് വന്നത്. ഇനി ലാർജ് സൈസ് എന്ന് പറയുമ്പോൾ വന്നിട്ടുള്ളത് 40 hectares ആണ്. ലാർജ് സൈസ് പാർക്സ് എന്ന് പറയുമ്പോൾ 40 hectaresലേക്കാണ് വന്നത്. പിന്നീട് വരുന്നത് റിസർവേഷൻസ് ആണ്. റിസർവേഷൻസ്, അപ്പം റിസർവേഷൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മളുടെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട്, അതായത് പ്രൊട്ടക്റ്റ് ചെയ്യുക, നമ്മളുടെ വൈൽഡ് ലൈഫിനെയൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് നമ്മുടെ റിസർവേഷൻ എന്ന് പറയുന്നത്. അത് ഒരു ലാർജ് ആയിട്ടുള്ളൊരു ഏരിയയാണ്. ത്രൂ ഔട്ട് ദ കൺട്രി അതിങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കിടക്കുന്നതാണ് നല്ലത്. കാരണം എല്ലാവർക്കും അത് ആ ഒരു ഇത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അത് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ദീസ് ആർ ദ ക്ലാസിഫിക്കേഷൻ ഓഫ് പാർക്സ്. ഒന്നുകൂടെ പറയാം, അക്കോർഡിംഗ് ടു ദ ക്യാരക്ടർ, അക്കോർഡിംഗ് ടു ദ പർപ്പസ് ആൻഡ് അക്കോർഡിംഗ് ടു ദ സൈസ്. ഇങ്ങനെ നമുക്ക് പാർക്കിനെ നമുക്ക് എന്ത് ചെയ്യാം, ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഇത്രയാണ് ഈ ഒരു പാർക്കിൻ്റെ പോർഷനിൽ വരുന്നത്. പാർക്ക് എന്താണെന്ന് പഠിച്ചു, നെസസിറ്റി, അതിൻ്റെ ബെനിഫിറ്റ്സ് നോക്കി, പിന്നെ വന്നത് നമ്മൾ ക്യാരക്ടർ അല്ലേ, ക്ലാസിഫിക്കേഷൻ ഓഫ് പാർക്സിലേക്ക് വന്നു. ഇനി നമുക്ക് ഇതിൻ്റെ പോർഷൻസ്, ഇനി ബാക്കി വരുന്നത് പാർക്ക് ഡിസൈൻ കാര്യങ്ങളാണ്. അത് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കിയത് എന്താണ് പാർക്ക് പ്ലേ ഗ്രൗണ്ട്സ്, അതിൻ്റെ നെസസിറ്റീസ് എന്തൊക്കെയാണ്, അതിൻ്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്, ഒരു പാർക്ക് പ്ലേ ഗ്രൗണ്ടിന് വേണ്ടിയിട്ട് നമ്മൾ സൈറ്റ് സെലക്ട് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, ആൻഡ് ഫൈനലി ക്ലാസിഫിക്കേഷൻ ഓഫ് പാർക്സ്. ഇത്രയാണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത ടോപ്പിക്. ഓക്കെ.